എത്തിയതിനെക്കുറിച്ച് ആദ്യം പറയാം. ഇതിൻ്റെ ഡയറക്ടർ ഫെലിക്സ് ജോസഫ്. ഫെലിക്സ് ചേട്ടനെ എനിക്ക് കുറച്ച് നാളുകൾ മുമ്പ് മുതൽ അറിയുന്നതാണ്. കാരണം ഞാൻ അദ്ദേഹം ആഡ് മൂവീസ് ഡയറക്റ്റ് ചെയ്യുന്ന ആളായിരുന്നു മൂവീസിലേക്ക് വരുന്നതിന് മുമ്പ്. ഇത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് എനിക്ക് അറിയായിരുന്നു പരിചയം. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം ആദ്യമായിട്ടൊരു മൂവി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. എന്നിട്ട് എൻ്റെ അടുത്ത് ആദ്യം തന്നെ ഇതിൻ്റെ സബ്ജക്റ്റാണ് പറഞ്ഞത്. അപ്പോൾ ഈ സബ്ജക്റ്റിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട്. അത് ഈ മൂവി കണ്ടു കഴിയുമ്പം ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു മെസ്സേജാണ് എന്നെ ഈ മൂവിയിലേക്ക് അട്രാക്റ്റ് ചെയ്തത്. അങ്ങനെയില്ല, നല്ലൊരു കുടുംബമായിട്ട് എല്ലാവർക്കും വന്നിരുന്ന് കാണാൻ പറ്റുന്ന അത്തരത്തിലൊരു നല്ല കഥയുള്ളൊരു ചിത്രമാണ്. അപ്പോൾ ഇതിലെ മെസ്സേജ് എന്താണെന്ന് മാത്രം പറയാനായിട്ടുള്ളൊരു പെർമിഷൻ ഇല്ല. ബട്ട് നല്ലൊരു മെസ്സേജാണ്, ഇന്ന് സൊസൈറ്റിക്ക് ആവശ്യമുള്ള നല്ലൊരു മെസ്സേജാണ് ഈ മൂവിയിൽ കൂടെ ഡയറക്ടർ പറയുന്നത്. അപ്പോൾ അതിൽ ആ ഒരു കഥ പറയുമ്പോൾ അതിൻ്റെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് ഹീറോയിൻ ക്യാരക്ടർ ഗീതു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ ഞാൻ ചെയ്തേക്കുന്നത്. ഇതിന് മുമ്പ് ചെയ്ത ക്യാരക്ടേഴ്സിനേക്കാൾ കൂടുതൽ ഈ ക്യാരക്ടർ കുറച്ചുകൂടെ ആക്റ്റീവാണ്. ഇതിന് ഞാൻ ചെയ്തേക്ക് ഒരു നോർമലായിട്ട് പോകുന്നൊരു ഇതാണ് ഇത് കുറച്ചുകൂടെ. കാരണം വെച്ചാൽ ഈ ക്യാരക്ടറിനെ പറ്റി എന്നേക്കാൾ കൂടുതൽ ഒരു കോൺസെപ്റ്റ്, ഒരു ഐഡിയ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലുള്ളൊരു ഐഡിയ മാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത്. കുറച്ച് ഓവർ ആക്റ്റീവാണ് എക്സ്പ്രഷൻസിലാണെങ്കിലും എല്ലാത്തിലും. എനിക്കറിയില്ല അതിനി എങ്ങനെയായിരിക്കും വരുന്നത്. എന്തായാലും എല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളൊരു ഐഡിയ ആണ് ആ ക്യാരക്ടർ. എനിക്ക് ഇപ്പം 5-6 മൂവീസ് ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് ഓരോ ഡയറക്ടേഴ്സും ഓരോ ഒരു ഇതിലാണ് ക്യാരക്ടേഴ്സിനെ കാണുന്നത്. ഇപ്പോൾ ചില ഡയറക്ടേഴ്സ് പറയും ആക്ട് ചെയ്യേ വേണ്ട, ജസ്റ്റ് ആ ഡയലോഗ് എന്താണോ അത് ബിഹേവ് ചെയ്താൽ മതി, നമുക്ക് ആക്ടിങ്ങേ വേണ്ട, വളരെ നാച്ചുറലായിട്ട് സെർട്ടിലായിട്ട് വരുന്ന വളരെ നാച്ചുറലായിട്ടുള്ള എക്സ്പ്രഷൻസ് മതി എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ചില ക്യാരക്ടേഴ്സിന് ഇപ്പോൾ ഇതിൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ശരിക്കും നമ്മൾ നാട്ടുമ്പുറങ്ങളിൽ കാണുന്ന ചില ക്യാരക്ടറാണ്. ഇങ്ങനെ ചില പെൺകുട്ടികളെ ചിലപ്പോൾ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ കാണാം. സംസാരിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും കുറച്ചൊരു ഓവർ എക്സ്പ്രസീവ് ആയിരിക്കും അവർ. അങ്ങനെയുള്ളവർ ശരിക്കും ഉണ്ട്, അത് നാടകമല്ല. അപ്പം ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിന് നമുക്ക് സെർട്ടിലായിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല, അത് അതുപോലെ തന്നെ വേണം. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തു നമ്മൾ ചെറുപ്പത്തിൽ മുതലേ സിനിമകൾ കണ്ട് വളർന്ന അത്രയും വലിയ ആളുകളുടെ കൂടെ അഭിനയിക്കാനൊരു അവസരം കൂടെയാണ്, ആ ഒരു എക്സ്പീരിയൻസ് കൂടെയാണ് ഞാൻ എടുത്തത്. ഇപ്പം ഓർഡിനറി കഴിഞ്ഞിട്ട് അതൊരു ഹിറ്റായപ്പോൾ എല്ലാവരും പറഞ്ഞു ശ്രുത കൂടുതൽ സെലക്റ്റീവ് ആവണം, ചാടിക്കേറി മൂവീസ് എടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിയാണ് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് വന്ന കുറേ മൂവീസൊക്കെ ആ ക്യാരക്ടർ വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് മൂവി ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു ഫസ്റ്റ് മൂവി ചെയ്തൊരു എക്സ്പീരിയൻസ് വീണ്ടും എനിക്കൊരു ആദ്യമായിട്ട് സെറ്റ് ചെല്ലുന്ന പോലെയാണ് എനിക്ക് തോന്നി. ആ ഒരു ടച്ച് വിട്ടുപോയ പോലെ തോന്നി. പിന്നീട് എനിക്ക് തോന്നി ഇപ്പം ഇതേപോലെ ഒരുപാട് വർഷങ്ങൾ, ഇവരൊക്കെ എത്ര വർഷത്തെ പരിചയമാണ് സിനിമയിൽ. അപ്പം നമ്മൾ പുതിയ ആളുകളാണ്, നമുക്ക് അറിയില്ല, ആക്ടിങ് അറിയില്ല, ഈ ഒരു പ്രോസസ്സ് അറിയില്ല, ഷൂട്ടിംഗ് പ്രോസസ്സ് എന്താണെന്ന് അറിയില്ല. അപ്പം ഒരുപാട് സെലക്റ്റീവ് എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, എക്സ്പീരിയൻസ് ഒന്നും കിട്ടുന്നില്ല. എന്നേരത്ത് ഞാൻ സെലക്റ്റീവ് ആവുന്നവരെ കുറിച്ച് ഇത് പറയല്ല, കാരണം ഒരുപാട് കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. അപ്പം സെലക്റ്റീവ് ആവണം. അങ്ങനെ സെലക്റ്റീവ് ആയില്ലെങ്കിൽ 2-3 സിനിമകൾ കഴിയുമ്പോൾ വീട്ടിലിരിക്കും, അതും ശരിയാണ്. പക്ഷെ ഞാൻ ആലോചിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ കൂടെയൊക്കെ ആക്ട് ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ്, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം നല്ലൊരു സബ്ജക്റ്റ് വരുമ്പോൾ അതിൻ്റെ ഭാഗമാവുക എന്ന് ഞാൻ പിന്നീട് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ കുറച്ച് ചിത്രങ്ങൾ ഇപ്പം അടുത്ത് കമ്മിറ്റ് ചെയ്തത്. ഞാനിപ്പം പുതിയ സംവിധായകരുടെ ചിത്രങ്ങൾ കുറേ ഇപ്പം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹാങ് ഓവർ ആണെങ്കിലും കമൽ സാറിൻ്റെ തന്നെ അസിസ്റ്റൻ്റ് ആയിരുന്നു ശ്രീജിത്ത് സാറിൻ്റെ ആദ്യത്തെ ചിത്രമാണ്. അതേപോലെ റാസ്പുട്ടിൽ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യുന്നുണ്ട്, അത് ജിനു ഡാനിയൽ. അദ്ദേഹം രാം ഗോപാൽ വർമ്മയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെയും ആദ്യത്തെ ഡെബ്യൂ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ അങ്ങനെ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഡയറക്ടേഴ്സിൻ്റെ കൂടെ ആണ് എനിക്ക് തോന്നുന്നു കൂടുതലും ഞാൻ ചെയ്തേക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഒരു എന്താ പറയുക, പുതിയ വീക്ഷണങ്ങളുമായിട്ട് എല്ലാവർക്കും അവരുടേതായ പുതിയ തോട്ട്സ് ഉണ്ട്. അപ്പം അങ്ങനെ വരുന്നവരാണ്. അപ്പം അതിൻ്റെയൊക്കെ കൂടെ പങ്കെടുക്കാനും ആ ഒരു ഗ്രൂപ്പിൽ ഭാഗമാകാനും അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.